ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നിയന്ത്രിക്കുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കാനിടയാക്കിയപ്പോൾ ഈ വിദ്യാർത്ഥി പങ്കുവച്ച കാര്യമാണ്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി, അതേസമയം വേദപാഠ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി. ഒരേ സമയം 2 പെൺകുട്ടികളുമായി ചാറ്റിങ്ങും ചീറ്റിങ്ങുമായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഈ പെൺകുട്ടികൾ അറിഞ്ഞു ഞങ്ങൾ സ്നേഹിക്കുന്നത് ഒരാളെ തന്നെയാണെന്ന്. അങ്ങനെ അതിലൊരു പെൺകുട്ടി ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ പറ്റിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇവനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇവനെ പേടിയായത്, ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊരു തോന്നൽ വന്നത്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, നീ ഭയപ്പെടുകയോ ഒന്നും വേണ്ട, ആ പെൺകുട്ടി ആത്മഹത്യ ഒന്നും ചെയ്യുകയില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നീ വിശുദ്ധ കുമ്പസാരം നടത്തി ഈശോയെ സ്വീകരിച്ച്, ഈശോയെ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ തെറ്റിലേക്ക് പോവുകയില്ല എന്ന് വാക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയില്ല, നീ ഭയപ്പെടുന്നത് പോലൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ കുമ്പസാരിക്കാം, ഈശോയെ സ്വീകരിക്കാം, ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, പ്രഭാഷകന്റെ പുസ്തകം 23ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചിട്ട് ഈ വചനത്തിന്റെ അഭിഷേകം ആ 2 പെൺകുട്ടികളിലേക്കും നിറയുവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവനിങ്ങനെ ആ വചനം വായിച്ചു, ആ പെൺകുട്ടികളിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, അത് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വിളിക്കുവാൻ പറഞ്ഞു. അവന് ആ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ ആ പെൺകുട്ടി ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് നീയുമായിട്ട് ഇനി ഒരു റിലേഷൻ മുൻപോട്ട് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവന് സമാധാനത്തോടെ അവൻ തിരിച്ചു പോവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ പ്രണയത്തിലൂടെ കടന്നു പോകുന്നവര്, അപ്പുറയുള്ളവരെ എത്ര പേരെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് മുൻപോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രണയിക്കാൻ ദിവികാരണി ചാപ്പലിൽ ഈശോയുടെ അടുക്കൽ പോയിരുന്ന, ഈശോയെ നോക്കിയിരുന്ന എത്ര നേരം വേണേലും നമുക്ക് ഈശോയെ സ്നേഹിച്ച് ഈശോയെ പ്രണയിക്കാനൊക്കെ ഒത്തിരി സമയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുമ്പോൾ ദിവികാരണി ചാപ്പലുകളിലൊക്കെ പോയി ഈശോയെ പ്രണയിക്കുന്നവരായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഈ പ്രണയത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അല്ലെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റാത്ത അവസരം, വീട്ടിൽ ദേഷ്യപ്പെടുന്നവര്, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടി ഈ പ്രഭാഷകൻ 23ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനത്തിന്റെ അഭിഷേകം ഈ കുഞ്ഞുങ്ങളിലേക്ക്, അല്ലെ ഈ വിദ്യാർത്ഥികളിലേക്ക് നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിലൊക്കെ മാറ്റങ്ങൾ വരുന്നത് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് മദ്യപാനികളായിട്ടുള്ളവരിലേക്കെല്ലാം ഈ ഒരു വചനത്തിന്റെ അഭിഷേകം നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രഭാഷകൻ 23ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ നിയന്ത്രിക്കുവാൻ വേണ്ടി സാധിക്കും. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവെ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന മനോഹരമായ വചനഭാഗം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലും, അല്ലെങ്കിൽ ഈ വചനം പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവരിൽ അഭിഷേകമായി നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വിടുതലും മാനസാന്തരങ്ങളും മദ്യപാനത്തിൽ നിന്ന് വിടുതലൊക്കെ കിട്ടുന്നതായിട്ട് ഒത്തിരി പേരിങ്ങനെ പങ്കുവച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ 23ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുവാനും ധ്യാനിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് വചനത്തിന്റെ അഭിഷേകം നിറയുവാനും മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.